ഹായ് ഗൈസ്, കേരള ക്രൈം ഫയൽസ് സീസൺ 2 ജിയോ ഹോട്ട്സ്റ്റാർ ഇറങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഹൈലൈറ്റ് വന്ന ഇന്ദ്രൻസും ഹരിശ്രീ അശോകനുമാണ്. ഇന്ദ്രൻസ് ഏട്ടനും ഹരിശ്രീ ഏട്ടനും കിടിലായി അഭിനയിച്ചിട്ടുണ്ട്. നല്ല ഡെപ്ത് ഉള്ള ഒരു ക്യാരക്ടറൈസേഷൻ ഉണ്ട് ഇന്ദ്രൻസ് ഏട്ടൻ ചെയ്ത അമ്പിളി എന്നുള്ള ക്യാരക്ടറിന്. അതുപോലെ തന്നെ ഹരിശ്രീ ഏട്ടൻ ചെയ്ത അയ്യപ്പ എന്നുള്ള ക്യാരക്ടർ കിടിലാണ്. ഇത് മൊത്തം 6 എപ്പിസോഡായിട്ടാണ്. തുടക്കം എനിക്ക് തോന്നിയ ഒരു സ്ലോ പേസിലാണ് തുടങ്ങുന്നത്. പക്ഷെ പിന്നെ ആ വിഷയത്തിലോട്ട് വന്ന് ഇന്ദ്രൻസ് ഏട്ടൻ സീരീസിൽ കയറുമ്പോ തന്നെ സീരീസിന്റെ ഗ്രാഫ് മാറി. ഏത് ക്യാരക്ടർ കൊടുത്താലും വ്യത്യസ്തമായ ഡൈനാമിക്സിൽ അഭിനയിക്കുന്ന ഒരു നടനാണ് ഇന്ദ്രൻസ് ഏട്ടൻ. അത് വീണ്ടും 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 ഈ ഒരു സീരീസിലും തെളിയിക്കുന്നുണ്ട്. ഈ ഒരു ക്യാരക്ടറിനെ കണ്ട മുതൽ എനിക്ക് തോന്നി ഈ ഒരു ക്യാരക്ടറിലൂടെ തന്നെ പോകണം, സഞ്ചരിക്കണം എന്ന്. അതുപോലെ തന്നെ ഹരിശ്രീ ഏട്ടന്റെ നല്ല റോളാണ്. നമ്മളിപ്പോ കോമഡി ക്യാരക്ടേഴ്സ് ആണ് ഇവർ രണ്ടുപേരുടെയും ഇഷ്ടംപോലെ കണ്ടത്. ഇവർക്ക് എല്ലാ റോളുകളും ഈസിയായി ഫ്ലെക്സിബിൾ ആയി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന നടന്മാരാണ്. ലാലും ഇന്ദ്രൻസ് ഏട്ടനും അജു വർഗീസ് ആയിട്ട് ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ലാലിലെ നടൻ പറയുന്ന ഒരുപാട് കോൺട്രവേഴ്ഷ്യൽ ആയ കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ള താഴെ കമന്റ് ചെയ്യണേ. എന്തായാലും പറഞ്ഞത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സീരീസിലോട്ട് വരുമ്പോൾ സീരീസ് തുടക്കത്തിലൊരു രസം ഉണ്ടായിരുന്നു. പക്ഷെ സീരീസ് തുടങ്ങി മുന്നോട്ട് പോകുമ്പോൾ മിസ്റ്ററി മിസ്സിംഗ് ആണ്. എന്ന് വെച്ചാൽ മിസ്റ്ററി ഉണ്ട്, ഒരു കാര്യം അൺറിവീൽഡ് ആയി കിടക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്തോ ഒരു ഗ്രിപ്പിംഗ് കുറവ് എനിക്ക് ഈ ഒരു സീരീസിൽ തോന്നിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലാൽ അഭിനയിച്ച ക്യാരക്ടർ എനിക്ക് തുടക്കത്തിൽ രസമുണ്ട് തോന്നി. ചില ഭാഗങ്ങളിൽ എനിക്ക് കുറച്ച് പോയ പോലെ തോന്നി, ഒരു പിടുത്തം വിട്ട പോലെ തോന്നി. അജു വർഗീസ് സീരീസിന്റെ തുടക്കത്തിൽ ഇല്ല, കുറച്ച് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പൊ പുള്ളിക്കാരെ കുറച്ച് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഉള്ള പോർഷൻസ് നന്നായിട്ട് അജു വർഗീസ് ചെയ്തിട്ടുണ്ട്. സീരീസ് ഭയങ്കര ഗ്രിപ്പിംഗ് ആയിട്ട് എനിക്ക് അനുഭവപ്പെട്ടില്ല. തുടക്കമൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അല്ല ഫസ്റ്റ് സെക്കൻഡ് എപ്പിസോഡൊക്കെ ഒരു മിസ്റ്ററി ഒളിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ പോകെ ഒരു മിസ്റ്ററി റിവീൽ ആയിട്ടൊന്നും ഇല്ല. പക്ഷെ എവിടെയും എനിക്കൊരു ഗ്രിപ്പിംഗ് കുറവ് തോന്നി സ്ക്രിപ്റ്റില്. ബാഹുൽ രമേശ് ആണ് ഈ സീസൺ 2 സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ആസിഫ് അലിയുടെ കിഷ്കിന്ദ കാണ്ഡം സ്ക്രിപ്റ്റ് എഴുതിയ ആളാണ് ഇത് ചെയ്തിരിക്കുന്നത്. അത്ര ഒരു ഗ്രിപ്പിംഗ് ആയിട്ടുള്ള എന്റെ അനുഭവത്തിൽ എനിക്ക് തോന്നിയത്. 2 സീസണിന്റെ ഡയറക്ടർ സെയിം തന്നെ, അഹമ്മദ് കബീർ തന്നെയാണ്. ഡയറക്ഷൻ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഹേഷാം അബ്ദുൾ വഹാബാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. തുടക്കമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. തുടക്കത്തെ ഒരു 5 സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്, ഫസ്റ്റ് എപ്പിസോഡിലൊക്കെ വരുന്നത്. അതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പോകെ ഉള്ളതൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒരു ക്ലൈമാക്സിന് അടുത്തോട്ടുള്ള എപ്പിസോഡുകളിൽ BGM എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പോലീസുകാരുടെ ഒരു ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ പോലീസ് നായകളെ സംരക്ഷിക്കുന്നതും ട്രെയിനിങ് കൊടുക്കുന്നതും അവരെ പാർട്ട്ണറായി നിൽക്കേണ്ടി വരുന്നവരുടെയും, അതായത് ഈ നായയെ ട്രെയിൻ ചെയ്ത് കൂടെ നിൽക്കുന്നവരുടെ എല്ലാം ഒരു അവസ്ഥ കാണിക്കുന്ന, അതൊക്കെ ഒരു അൺടോൾഡ് സ്റ്റോറിയാണ്. പോലീസ് നായയുടെ സൈഡ് ഓഫ് സ്റ്റോറി നമ്മൾ മലയാളത്തിൽ ഒട്ടും വന്നിട്ടില്ല. അതിനെ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് അതൊരു പുതിയൊരു ഇൻഫർമേഷൻ ആണ്. അതിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ രസമുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയത് ഓവറോൾ ഇന്ദ്രൻസ് ഏട്ടന്റെ ക്യാരക്ടർ കുറച്ചും കൂടെ സീരീസിൽ വരായിരുന്നു. മീൻസ് ഓൺ സ്ക്രീനിൽ അഭിനയിക്കാനുള്ളതോ കാണിക്കാവുന്ന കുറച്ചും കൂടെ സീനുകൾ വരായിരുന്നു തോന്നി. പക്ഷെ ഇന്ദ്രൻസ് ഏട്ടന്റെ അതുപോലെ തന്നെ ഹരിശ്രീ ഏട്ടന്റെ അഭിനയം കാണാൻ വേണ്ടി മാത്രം നമുക്ക് വേണം ഈ സീരീസ് കാണാം. അപ്പൊ നിങ്ങൾ ഈ സീരീസ് കണ്ടോ? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഫസ്റ്റിനെക്കാട്ട് സീസൺ 1 ഇഷ്ടപ്പെട്ടോ? എന്താണ് ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം? ഇന്ദ്രൻസ് ഏട്ടനെ പറ്റി ഇഷ്ടപ്പെട്ട ഒരാളെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം, മറക്കാതെ ചെയ്യണേ. അപ്പൊ അത്രയും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം. മറ്റൊരു റിവ്യൂ റിയാക്ഷനോ സോഷ്യൽ ഇഷ്യൂ ആയി നെക്സ്റ്റ് ടൈം കാണാം. അതുവരെ ബൈ ബൈ.